കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗരവികസനത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച് റിവ്യൂ മീറ്റിംഗ് നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളൂർക്കുന്നം മുതൽ PO ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ പരിഹരിച്ച് നടപടികൾ വേഗതയിലാക്കാൻ ജില്ലാ കളക്ടർ ഇടപെടണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. അടിയന്തരമായി ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച് റിവ്യൂ മീറ്റിംഗ് നടത്തണം. നഗരവികസനത്തിനായി ആകെ എടുക്കേണ്ട സ്ഥലത്തിന്റെ 85% കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തതാണ്. അവശേഷിക്കുന്ന 29 സെന്റ് സ്ഥലത്തിനും റോഡ് നിർമ്മാണത്തിനും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനുമായി 2017-18 ബജറ്റിൽ 30 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. തുടർന്ന് വിശദമായ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകി. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് മന്ദഗതിയിലാണ് നടന്നുവരുന്നതെന്നും എൽദോ എബ്രഹാം പറഞ്ഞു. രണ്ടാം LDF സർക്കാർ വന്ന് 3 വർഷം പിന്നിട്ടിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തത് MLAയുടെ സമയബന്ധിതമായ ഇടപെടൽ ഇല്ലാത്തത് മൂലമാണെന്ന് എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള കാലയളവിൽ MLAക്ക് 3.5 വർഷം ലഭ്യമായിട്ടും മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ പദ്ധതി പ്രവർത്തനം ഇന്ന് അവതാളത്തിലായി നിൽക്കുകയാണ്. വലിയ ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ ഉയരുകയാണ്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.